വെയിറ്റ് ചെയ്തത് റിമി ടോമിയുടെ കൂടെ കൗശിക്കും ശ്രീനാഥും ഉണ്ട്. കൗശിക്കിന്റെയും റിമി ടോമിയുടെയും പ്രോഗ്രാം നമ്മൾ പലയിടത്തും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. So the most awaited moment is here. We are all ready and set to rock the stage. നിങ്ങൾ എല്ലാവരും കൂടെ അല്ലേ? ദേ ആ പുറകെ നിൽക്കുന്നവർ എല്ലാവരും വായോ. We have been waiting for this moment here to receive the one and only Rimi Tomi, and she has been here in Ireland before. എന്നിട്ടും കണ്ടോ, ഇതാണ് ജനസാഗരം. നമ്മൾ മലയാളികൾ. എന്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞനുജത്തി അനുജന്മാർക്കും നമസ്കാരം. അയർലൻഡ് തന്നെയാണോ? എനിക്ക് തോന്നില്ല. ലെസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതേപോലെ ഒരു ഔട്ട്ഡോർ പരിപാടി ചെയ്തതായിട്ട് ഒരു ഓർമ്മയുണ്ട് UK-ല്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ പ്രോഗ്രാം ആണെന്ന് തോന്നി. ഇങ്ങനെ അവരെല്ലാം ഓഡിറ്റോറിയത്തിലാണ്. പിന്നെ എന്നെ കൊണ്ട് വിശേഷം ഐ ലവ് യു ഒരു ഫ്ലൈങ് കിസ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. പിന്നെ എന്താ പറയാ, ഒരു സ്പോൺസേഴ്സിന് ഒരു നന്ദി പറഞ്ഞോട്ടെ കേട്ടോ. ഒരു 2 സെക്കൻഡ് ഒന്ന് കേട്ടിരിക്കണേ. ക്ലോൺമെൽ സമ്മർ ഫെസ്റ്റ്. ക്ലോൺമെൽ എന്ന സുന്ദരമായ സ്ഥലം ഞങ്ങൾ ഇന്നലെ എത്തിയതേ ഉള്ളൂ. എന്ത് അടിപൊളി സ്ഥലമാണ്. പുറത്തു നോക്കുമ്പോൾ ആരുമില്ല, നല്ല ശാന്തത. അല്ല, ഞാൻ ഇതിലേ കൂടി ഒക്കെ പോയി. എന്താ സെന്റ് പാട്രിക്സ് ഒരു വെൽ അവിടെ പോയി. പിന്നെ ഒരു കാഷ്യൽ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പുറത്തുനിന്ന് ഒരു സെൽഫി എടുത്തു. പിന്നെ പറഞ്ഞോട്ടെ, 2-3 സ്ഥലം പോയായിരുന്നു. ആ ഒരു മലയുടെ മുകളിൽ, അതെനിക്ക് മൂന്നാർ പോലെ തന്നെ ഞാൻ പെട്ടെന്ന് പോയേക്കാന്ന് പറഞ്ഞു. അത് പക്ഷെ എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ഒരു ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് ഒരു ആപ്പിൾ ഫാമിൽ പോയി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടുന്ന് കുറച്ച് പ്ലം ഒക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആപ്പിൾ തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അതിനകത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല. നല്ലൊരു വീഡിയോ ഒക്കെ എടുത്ത് ഒരു ആപ്പിൾ പോലും ഞാൻ പറിച്ചില്ല. നിയമങ്ങളൊക്കെ പാലിച്ച് സന്തോഷമായിട്ട് ഇറങ്ങി. എന്നോട് പറഞ്ഞു സമ്മർ ഇന്ന് കഴിഞ്ഞ് നാളെ തൊട്ട് ഓട്ടോ ആന്ന്. ആണോ? ഓടി തുടങ്ങുവാണോ? എന്തായാലും കുറച്ച് 2-3 ദിവസം റെസ്റ്റ് ഒക്കെ കിട്ടി. നല്ല ഒരു ലോങ് ഹോളിഡേയ്സ് ഒക്കെ കിട്ടി. അപ്പൊ എല്ലാവരും ജീവിതമൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. എനിക്കതേ പറയാനുള്ളൂ. ജീവിക്കാൻ മറന്നു പോകരുത്. കാരണം എനിക്കറിയാം ഡേ ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി ഭയങ്കര തിരക്കാണ്. എനിക്കറിയാം നമ്മളെക്കാളും വലിയ തിരക്ക് പിടിച്ച ആൾക്കാരാണ് നിങ്ങളെല്ലാം നിൽക്കുന്നത്. അത്ര പുറത്ത് നോക്കുന്നവർക്ക് കാണുമ്പോൾ നല്ല രസമായിരിക്കും. അത്ര കഷ്ടപ്പെട്ട് ഡോളേഴ്സ് സമ്പാദിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. എനിക്കറിയാം. യൂറോ നമുക്ക് 3 ദിവസം ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ പറയും. നിങ്ങളല്ലേ യൂറോയുടെ കണക്കൊക്കെ ചിന്തിക്കുന്നത്. നമുക്കാണ് തരുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ മണിയിലോട്ട് അക്കൗണ്ടിലോട്ട് ഇടത്തേ ഉള്ളൂ. അപ്പൊ ശരി, വേറെ ഒന്നുമില്ല. എനിക്കൊരു കുഴപ്പമുണ്ട്. മൈക്കെടുത്ത് സംസാരിച്ചാലേ പാട്ട് പാടാൻ മറന്നു പോകും. നിങ്ങൾക്ക് 2 മണിക്കൂർ വർത്താനം കേട്ടാൽ മതിയെങ്കിൽ ഞാൻ ഹാപ്പി. എന്ത് വേണം? സാരി എങ്ങനെയുണ്ട്? ചോദിക്കേണ്ട കാര്യമില്ല. അത്ര വലിയ സാരിയൊന്നുമല്ല, ഒരു സാധാരണ സിമ്പിൾ സാരി. മേക്കപ്പ് എങ്ങനെയാണ്? മുടി എങ്ങനെയുണ്ട്? പെട്ടെന്ന് നീളം വെച്ച് എന്താണെന്നറിയില്ല. അപ്പൊ ശരി, തുടങ്ങിക്കോട്ടെ. ആ പാതാര ബിന്ദുകളിൽ വീണ്ടും അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഞാൻ തുടങ്ങട്ടെ. സമയം നമുക്ക് അധികമില്ല. 9 മണിക്ക് 9:30 എങ്ങാണ്ട് അടുത്ത ആള് ഇവിടെ കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സ്ക്രീൻ കാണുമ്പോൾ കൊള്ളാട്ടോ. ശ്രദ്ധ അങ്ങോട്ട് പോകുന്നു. എനിക്ക് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പൊ തുടങ്ങിക്കോട്ടെ. ഒരു കയ്യടി ഇല്ലേ? ഒന്നുകൂടെ ഞങ്ങൾ ഒന്നിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം കൗശി.
പച്ച ഷർട്ട് വിചാരിച്ചു. ഞാനത് കേട്ടു, മനസ്സിൽ എന്ത് വിചാരിക്കുന്നു കണ്ടു. ഇതിന്റെ അപ്പുറത്ത് ഫ്രണ്ട് നിൽക്കുന്ന ഒരു പച്ച ടീഷർട്ട് പുള്ളിക്കാരിയില്ല, എന്താ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞ സത്യമാണെങ്കിൽ കൈ അടിക്കുമോ? ആ ചക്കപ്പോത്ത് പോലെ ഇരുന്ന ആള് തന്നെയാണോ ഈശ്വര ഇപ്പോഴും നിൽക്കുന്നതല്ലേ? ഈ പുള്ളിക്കാരി വിചാരിക്കും സാരിയുടെ ഇടയിൽ ആരെങ്കിലും ഷൂ ഇടുവോ എന്റെ റെമി കൊച്ചേ? എനിക്കിത് ഭയങ്കര കംഫർട്ടബിളാ. കാരണം ഇത്രയും പൊക്കത്തുള്ള ഹീലിൽ നിന്ന് വെറുതെ നടുവേദന ഈ 40 വയസ്സൊക്കെ ആയി. അത് നമ്മൾ ഓർക്കണമല്ലോ. പണ്ട് തൊട്ട് 15 വയസ്സ് തൊട്ട് സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്നതാ. ഉള്ള ഹൈറ്റ് ഒക്കെ മതി. നിങ്ങൾ ഇത്രയൊക്കെ എന്തായാലും ഹൈറ്റ് കണ്ടിട്ടൊന്നും അല്ലല്ലോ, പിന്നെ എന്ത് കണ്ടിട്ടാണ് ഇത്ര സ്നേഹം? ശരി, നമുക്ക് പുതിയ മലയാളം പാട്ടിലോട്ടൊന്ന് എത്തി നോക്കിയാലോ. ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഹിറ്റിൽ തന്നെ പോണ ഒരു പാട്ടായിക്കോട്ടെ. ഇവിടെ സ്നേഹം അല്ലെങ്കിൽ പ്രണയം, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര പേര് സ്നേഹിക്കുന്നുണ്ട്? പ്രണയിക്കുന്നവരുണ്ടെന്ന് കൈപൊക്കിക്കേ. ആകെ മൊത്തം ഗവൺമെന്റ് 8, 2, 10 പേരാണ് പ്രണയിക്കുന്നത്. ഞാൻ പറഞ്ഞ ആരും അറിയത്തില്ലാത്ത സ്നേഹിക്കുന്ന പ്രേമമല്ല ഞാൻ പറഞ്ഞത്. ഭാര്യയ്ക്ക് ഭർത്താവിനെ, ഭർത്താവിന് ഭാര്യനെ, ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ, ചിലപ്പോൾ നാട്ടിലുള്ള ആളെ മിസ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്ന ഒരാളായിരിക്കും, ചിലപ്പോൾ ഇപ്പൊ അപ്പുറത്ത് മാറി നിൽക്കുന്ന ഒരാളായിരിക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവം മനുഷ്യർക്ക് നൽകിയ ഒരു മനോഹരമായ വികാരമല്ലേ സ്നേഹം, ഇഷ്ടം. അപ്പോൾ എല്ലാ സ്നേഹിക്കുന്നവർക്കും വേണ്ടി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാർട്ണർ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടോ ഒന്ന് കൈ കയറി പിടിച്ചേ. അല്ലോടെ പാർട്ണറെ കയറി പിടിച്ച് അടി കിട്ടിയിട്ട് എന്നോട് പറയരുത്, നോക്കിയിട്ട് കണ്ടിട്ട് പിടിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് അവരെ കൂട്ടി ഇത്രയും നല്ല സുന്ദരമായ സ്ഥലത്ത് നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്നാലും നമ്മൾ സ്ഥിരം താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ എങ്ങോട്ട് ആഗ്രഹം? സ്വിറ്റ്സർലൻഡോ, ഫിൻലൻഡോ, അലാസ്കയോ, വേണ്ട കുറേ സ്ഥലങ്ങളില്ലേ? ആ സ്ഥലത്തോട്ട് നിങ്ങൾ അങ്ങ് പറഞ്ഞു. ചിലപ്പോൾ ഇന്ത്യയിലോട്ട് പോകാനായിരിക്കും, ചിലപ്പോൾ നാട്ടിലോട്ട് പോകാനായിരിക്കും ആഗ്രഹം. പണ്ടൊക്കെയാണ് ഇന്ത്യ ചോദിക്കുമ്പോൾ എല്ലാവരും കാശ്മീർ പറയാണ്. വെടിവെപ്പ് കൊണ്ടതിന് ശേഷം ഒരൊറ്റ മനുഷ്യൻ കാശ്മീരും എയർ ഇന്ത്യയും പേടിയായി പോയി. അപ്പൊ തുടങ്ങിയാലോ? ഈ വെട്ടത്ത് എനിക്ക് ചോദിക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും മൊബൈലിന്റെ പുറകിൽ ഒരു ടോർച്ച് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് ഓർമ്മയുണ്ടോ? അത് ഇവിടെ പവർ കട്ട് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരാറില്ല. ചുമ്മാ ഒന്ന് എടുത്തേ. നല്ല ഇരുട്ടത്ത് എടുക്കുമ്പോഴാണ് നല്ല രസമാണ് കാണാൻ. ആ പുറകിക്കുന്ന ആൾക്കാർക്ക് യാതൊരു, അതാണ് ഇങ്ങനത്തെ ഫെസ്റ്റ് വെച്ചാൽ കുറെ പേരുടെ ശ്രദ്ധ അങ്ങ് മാറിപ്പോയിട്ട് അവർ വേറെ ഏതോ ലോകത്ത് നിൽക്കുന്ന പോലെ നിൽക്കും. ഓഡിറ്റോറിയാണ് എല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കും. പക്ഷെ എന്നാൽ ഈ കൂടെ ഇരിക്കുന്ന ഇത്രയും സ്നേഹമുള്ള ആൾക്കാർ, ഐ ലവ് യു ഗൈസ്, ഐ ലവ് യു. എവിടെ ഫോൺ? ഇവിടെ ഫോണിന്റെ ലൈറ്റ് എടുത്തോ? എനിക്ക് നല്ല രസമുണ്ട്, കാണുമ്പോൾ നല്ല രസമുണ്ട്. അത്ര പോരല്ലേ ഈ വെട്ടത്ത് നിൽക്കുന്നുണ്ട്. എന്നാലും നല്ല രസമുണ്ട്. നല്ലൊരു മിന്നാമിനിങ്ങനെ നുറുങ്ങുവട്ടം പോലെ. നമുക്ക് എവിടെയും പോകണ്ട, നമുക്കൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ നമുക്ക് ഇവിടെ ആഘോഷിക്കാം. ഇത് പുനിതം എന്നുള്ള വാക്ക് കിട്ടിയിട്ടില്ല, പ്രത്യേകിച്ച് നടന്നു നിൽക്കുന്ന സാഹിബിന്. മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല ചിരി. മനിതരുണർന്നു കൊള്ള ഇത് മനിതർ കാതലല്ല, അതേം താണ്ടി അഭിരാമിയെ കാലാട്ടും സാമിയെ ഞാൻ താനെ തിരിയുവാ. ശിവകാമിയെ ശിവനിൽ നീയും പാതിയെ അതും ഉനക്ക് പുരിയുവാ. എന്നെ പാർക്കയിൽ കവിത കൊട്ടത് അവ എഴുത നിനിക്കയിൽ പാർത്തി മുട്ടത്. ഓഹോ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. പൊന്മണി വീട്ടിൽ സൗഖ്യമാ ഞാൻ ഇങ്ങ് സൗഖ്യമേ. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா. சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா. அபிராமி லாலியே லாலி லாலியே, சிவகாமி லாலியே லாலி லாலியே. ആ ഡയലോഗ് மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல. அதையும் தாண்டி புனிதமானது. കലക്കിലിച്ചോ കലക്കി. ഇതെല്ലാം കൂടെ എങ്ങനെ സാധിക്കുന്നു? കൊടുക്കലിച്ചോയ്ക്ക് ഒരു കൈഡി അങ്കമാലിക്കാരൻ. പക്ഷെ നിങ്ങൾക്ക് തന്നെ അത്രയും ഭാഗ്യം ചെയ്ത ആൾക്കാർ, ബൈബിളിലൊക്കെ പറയുന്ന പോലെ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമേ എന്നൊക്കെ വിളിച്ചിരിക്കുന്നവർ പക്ഷെ നിങ്ങളെയാണ്, ഇസ്രായേൽക്കാരെ അല്ല. അപ്പൊ ഇത് എന്റെ വലതുവശത്തെ ആൾക്കാർ, വലതുവശംകാർ മാത്രം ഒന്ന് ഒച്ചയെടുത്ത് വലതുവശം മാത്രം. കണ്ണാടി വെച്ച് ഭയം ഒച്ചയെടുക്കാൻ മറന്നുപോയി. ഇനി ഇവരുടെ കൂടെ കൂടാൻ നിൽക്കണ്ട കേട്ടോ. ഇടതുവശത്തെ ആൾക്കാർ മാത്രം കമോൺ. എന്തായാലും ഞങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോകണം. അപ്പം മാക്സിമം എന്നെ കൊണ്ട് കഴിയാനത്ര മാക്സിമം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും.
നിങ്ങളും കൂടെ ഇതേപോലെ ശ്രമിക്കണം. കൈയടിക്കണം, ഡാൻസ് ചെയ്യണം, ചിരിക്കണം, സന്തോഷിക്കണം. അങ്ങനെ ആ ശരീരത്തിൽ നിന്ന് ആ സ്ട്രെസ് ഹോർമോൺ ഒക്കെ അങ്ങ് പോയിട്ട് ഇന്ന് എല്ലാവരുടെയും ചുമ്മാ ഓവർ തിങ്കിങ് ആണ്. എല്ലാം ഉണ്ടായിട്ട് ചുമ്മാ ചിന്തിച്ചു കൂട്ടി പ്രശ്നങ്ങളാക്കി രോഗങ്ങൾ വരുത്തി വെക്കുന്ന ആൾക്കാരാണ്. പണ്ടൊക്കെ കോവിഡ് ഒക്കെ വന്നിട്ട് 2 വർഷം അങ്ങനെ പോയി. ഈ നാളെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ലാത്ത വെറും മനുഷ്യരാണ് നമ്മൾ. അപ്പൊ എന്തായാലും ഈ പ്രസന്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആൾക്കാരൊക്കെയാണ് പരിപാടി കാണാൻ വന്നിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് ആർപ്പ് വിളിച്ചേ ഹലോ. ഇതിനെ ഇന്ത്യ എന്നും ഇതിനെ ഞാൻ ക്ലോൺമേൽ എന്നും തിരിക്കാൻ പോകുകയാണ്. ഒന്നും കൂടെ ഒരു മത്സരം നടത്തണം. Come on India. ഇന്ത്യക്കാരുടെ പവർ നീ ക്ലോൺമേൽക്കാർക്ക് ശക്തി ഉണ്ടെന്ന് പറയാം. Come on ക്ലോൺമേൽ. ഇത് പല സ്ഥലത്തും ചെയ്യുമ്പോഴും ഞാൻ വിചാരിച്ചു ഇന്ത്യക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തവർ ഇന്ത്യക്ക് വേണ്ടി മരിക്കുമായിരിക്കും എന്ന്. പക്ഷെ അപ്പൊ താമസിക്കുന്ന ഈ സ്ഥലത്താണ് അവർക്ക് പ്രിയപ്പെട്ടത് അല്ലേ? ക്ലോൺമേൽ ഈ കാര്യത്തിൽ ജയിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി പാട്ടിന്റെ കാര്യത്തില് ഇന്ത്യയും ക്ലോൺമേലും തമ്മിൽ മത്സരിക്കുമ്പോൾ ആര് ജയിക്കും നോക്കട്ടെ. ഇവിടെ ആരാരും കരയുകില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരുന്ന് കരയരുത്, ഇതേപോലെ പാടണം. ചിരികൾ ആരാരും തടയുകില്ല എന്ന് പറയുമ്പോൾ നിങ്ങള് ക്ലോൺമേൽ ഇന്ത്യ മറക്കരുത്. ഒന്ന് ജയിപ്പിക്കൂ, ഞാൻ നാളെ ഇന്ത്യയിലോട്ട് പോകേണ്ടതാണ് പ്ലീസ്. ഇവിടെ ക്ലോൺമേൽക്കാരുടെ കൂടെയാണല്ലേ. ഇവിടെയാണ് ഇല്ല, ഇവർക്ക് എന്താ ഉണ്ടോ? പുതിയ ജന്മം ഇതാണ് മാത്രം 7 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ നമുക്ക് ഇത്തിരി ചോറ് കിട്ടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ എന്ന് പറഞ്ഞ പോലത്തെ ചില പാട്ടുകളുടെ 4 വരി വെച്ചൊരു 4-5 പാട്ട് പാടാൻ പോവാ. എനിക്ക് ഉറപ്പാണ് ഇപ്പൊ ഈ പാടുന്ന പാട്ടുകളെക്കാളും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പോകുന്ന ഞാനിപ്പോ ഈ പാടുന്ന പാട്ടുകളായിരിക്കും നേരത്തെ പാടിയതിനേക്കാളും. ആണോ? ഇതൊക്കെ നോക്കട്ടെ, സമയമുണ്ടോ നോക്കണം. 3-4 പാടി റെഡിയാക്കിയിട്ടുണ്ട്. സഹോദരൻ വേണ്ടി പാടി തന്നിരിക്കും. ആദ്യ ഗാനം നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഒരു വല്ലാത്തത്. പുതിയ ഒത്തിരി പാട്ടുകൾ വരുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പാട്ടുകൾ പലർക്കും നമ്മളെ അങ്ങ് പിടിച്ചു വലിക്കും. അത് എത്ര തലമുറ വേണമെങ്കിലും കൈമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതിലെ ആദ്യ ഗാനം സാക്ഷാൽ SP ബാലസുബ്രഹ്മണ്യം. അദ്ദേഹം മലയാളത്തിൽ അധിക ഗാനം ആലപിച്ചിട്ടില്ല. എന്തിനധികം ഇതുപോലെയുള്ള 2-3 പാട്ടുകൾ ധാരാളം.
പാട്ടുകാരാണോ നിങ്ങൾ എല്ലാവരും? പൊന്നും തേനും പാടിതൻ തോലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ കരളിലെഴും ഒരു മൗനം അസഹനീയം ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയം മണിവീണയാ നീചിയം കുളിർവാഹിയാ മനമൊരു ശ്രുതിയിലയാ ഒരു രാഗമേഘം താ കനവാ കനവാ ഒഴുകാനഴകിയിൽ പൂമാലമേ ഒരു രാഗമേഘം ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ ഇന്നും ഹൃദയ സംഗമത്തിൽ ശിവേലികൾ തൊഴുതു കണ്ണുകളാർച്ചന മൗനങ്ങളാൽ കീർത്തനം എല്ലാം അറിയും നീ ഗോപുരവാതിൽ ഒന്നാം രാഗം പാടി അന്നുവല്ലോ ഇന്നലെ നീ പാടുവതും രാഗം നീ ദേവനും അനുരാധിയ അമ്പലപ്രാവിൽ മഴ വരുന്നു ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി അന്നുവല്ലോ ഇന്നലെ നീ വടക്കുംനാഥന്റെ മുൻപിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനും അനുരാഗിയ അമ്പലപ്രാവേ മന്ത്രത്താൽ പായുന്ന കുതിരൈ മാണിക്യ കയ്യാൽ തൊടാം ഗന്ധർവൻ പാടുന്ന മലയക മന്ദാരം പൂവിട്ട രണലിൽ. ശരി, എല്ലാം പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഊഞ്ഞാലി ഞാൻ പാടാം. അതിന്റെ മുകളത്തെ ഊഞ്ഞാലി കയറിയിരുന്നു ഒന്ന് ആടി കാണിക്കാമോ? ഊഞ്ഞാലി. അയ്യോ, ചോദിക്കണ്ടായിരുന്നു. ഊഞ്ഞാലി. നാണം കെടുത്തി കളഞ്ഞല്ലേ? മാനത്തേ മാവന്റെ തളികെ മാവന്നാൽ പോരാമോ? പണ്ടത്തെ പാട്ടിന്റെ വരികൾ ചുണ്ടത്ത് തേൻ തുള്ളിയാൽ കൽക്കങ്ങൾ പൊന്നിന്റെ മുകളിൽ കാക്കാച്ചി നീയുന്ന കടലിൽ ഊഞ്ഞാലി. ആടിപ്പോ ആകാശ പൊന്നാലി നിരകളിൽ ആയത്തിൽ തൊട്ടീവനം ലാ 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 മഴ വരുന്നത് വേഗം തന്നെ തുടങ്ങി. ഇവിടെ ശരിക്കും മഴ ശക്തമാവോ അതോ ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടാവുള്ളൂ? പേടിക്കണ്ട, നിങ്ങൾക്ക് ഇതൊക്കെ ശീലമാണല്ലേ. ഇത്രയും പാട്ട് പാട്ടിട്ട് നാടൻ പാട്ടിന്റെ ഉസ്താദിനെ ഓർമ്മിക്കാതെ നമ്മൾ എങ്ങനെ പോകും ഇവിടുന്ന്? ഓണമഴ പോലൊരു ഇനി അങ്ങോട്ട് നിർത്താതെ അടിപൊളി പാട്ട് മാത്രം. ഓണപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. വെൽക്കം ബാക്ക്. ഓണപ്പഴം പോലൊരു ഓണപ്പഴം പോലൊരു ഓണപ്പഴം പോലൊരു
പഴം പോലൊരു പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴയായി അലഞ്ഞോ ജാനി പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴയായി അലഞ്ഞോ ജാനി കുടപ്പുഴയായി അലഞ്ഞോ ജാനി കുടപ്പുഴയായി അലഞ്ഞോ ജാനി ചാലക്കുടി വേണ്ടേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ പെണ്ണിന്റെ കൊട്ടയില് നീ കാര്യം പെണ്ണിനെ കണ്ടേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്തകത്തുള്ള പെണ്ണിനെ കണ്ടേ ചെമ്മലിങ്ങനെ മീച്ച മീനെ പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പിടക്കണ മീനാനേ പെണ്ണ് ജീവിക്കണ കണ്ണിന്റെ കച്ചവടം പോയല്ല കാശും പോയി പെണ്ണ് ജീവിക്കണ കണ്ണിന്റെ കച്ചവടം പോയല്ല കാശും പോയി ചന്ദന ചൊപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം തരാനേ ചന്ദന ചൊപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം തരാനേ ചാലക്കുടി ചാലക്കുടി ചാലക്കുട്ടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള ഈ കാര്യം പെണ്ണിനെ കണ്ടേല്ല ചെമ്പലി കരിമീ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടിന് നെയ്യുള്ള പിടക്കണ മീനാനേ വേണോ ഡെഡിക്കേഷൻ വേണോ പകല് മുഴുവൻ പണിയെടുത്ത് കള്ള് കുടിച്ച് കള്ള എന്താന്ന് പോലും അറിയത്തില്ല ഒരു കുഞ്ഞാടിനെ നോക്കിയായിരിക്കും ഞാനിത് പാടേണ്ടി വന്നെങ്കിൽ എന്റെ പിഴ നിന്റെ ഭാര്യ പിള്ളേരെ വിഷത്തിലാക്കല്ലേ നീല പിന്നീട് കണ്ണാടി വെച്ച ചുള്ളൻ ചെറുക്ക നിന്റെ ഭാര്യ പിള്ളേരെ കഷത്തിലാക്കല്ലേ വേലായുധ പകല് മുഴുവൻ പണിയെടുത്ത് കള്ളു കുടിച്ച് ഇനി ജെൻസ് മാത്രം ചേട്ടന്മാര് മാത്രം ലേഡീസ് മാത്രം ഒച്ച വെച്ച് ഒച്ച ഇതിനെ കടത്തി വെട്ടാൻ നിങ്ങൾ കാവുങ്കി മാത്രം ഒച്ച വെച്ചാൽ മതി എന്ന് പറയുമ്പോ ആ ചേട്ടൻ നടക്കുക എന്റെ പൊന്നു റീമി വഴക്കുണ്ടാക്കുമ്പോ ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന ഇത് കാരണമെന്നല്ല മനസ്സിൽ വിചാരിച്ചത് ഈ താളത്തിൽ എല്ലാരും കൂടെ ചേർന്ന് എല്ലാരും ഈ താളത്തിൽ എല്ലാരും പേടിച്ച കൈ
ജസ്റ്റ് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണ്, ഏത് ജില്ലക്കാരായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ? നാളെ വിട്ടു പോയി കഴിഞ്ഞാൽ ഇന്ത്യ, അതാ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ, ബന്ധുമിത്രാദികൾ അങ്ങനെയൊന്നുമില്ല. എന്നാലും ഞാൻ ചോദിക്കട്ടെ, പാലക്കാടുകാർ, പാലക്കാട്, ഇടുക്കി, ഇത്ര പേര്. പത്തനംതിട്ട, പത്തനംതിട്ടയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ തിരുവനന്തപുരം, എറണാകുളം, ഇത്രയുള്ള ആൾക്കാര്. മലപ്പുറം, ആ ഒരാള് മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ഞാൻ ആരുമില്ലെങ്കിൽ ഞാനുണ്ട് കേട്ടോ. കാസർഗോഡ്, രണ്ടുപേര്, പച്ചസുന്ദരി, പച്ചസുന്ദരി. പിന്നെ കോഴിക്കോട്, ഇത്ര പേര്. ഹായ് കോഴിക്കോട്. കണ്ണൂര്, വയനാട്, കൊല്ലം, ഹായ് ആലപ്പുഴ. ഒറ്റ ജില്ല മാത്രമേ പറയാനുള്ളൂ. തൃശ്ശൂർ, തൃശ്ശൂർ, തൃശ്ശൂര്. തൃശ്ശൂരുകാരോ? ജില്ലയുള്ളൂ. കോട്ടയം, പോയി. കഴിഞ്ഞ മുന്നത്തെ വർഷം വന്നാണ് കോർക്ക്, പിന്നെ വേറെ ഏതൊരു സ്ഥലത്ത് ഡബ്ലിനിലായിരുന്നു തോന്നുന്നു. അപ്പൊ ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം, എവിടെ എയർപോർട്ടിലോ എവിടെ എന്തെങ്കിലുമൊക്കെ കണ്ട്. ഭൂമി ഉരുണ്ടതല്ലേ, കാണേണ്ടി വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് ചാടിയാൽ, ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് ചാടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ പോകരുത്. ഒന്ന് അടുത്ത് വന്ന് റിമി ചേച്ചി എന്ന് വിളിച്ചാൽ എല്ലാ ചാടയും പോകും. അത്രേ ഉള്ളൂ. അപ്പൊ കാണാം. പ്രാർത്ഥനയിൽ ഓർക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, മനസ്സ് തുറന്ന് എൻജോയ് ചെയ്യുക, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക, കാശുണ്ടാക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോവുക, വീട്ടിലുള്ളവരെയൊക്കെ കൊണ്ടുവരിക, ഇവിടെ ഒരു കൊച്ചു കേരളമാക്കി മാറ്റുക. അപ്പൊ വേറൊന്നുമില്ല.